അച്ഛന്മാരെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പോത്തിന്റെ ലിവർ കൊണ്ട് ആയിട്ടാ. എന്നിട്ടാ അറിയോ, ലിവർ ഫ്രൈ ചെയ്യാണ്ടാ. അപ്പൊ നമുക്ക് നേരെ വീടിക്ക് പോയില്ല, വാ. നമ്മളങ്ങനെ പോത്തിന്റെ ലിവർ കണ്ട നുറുക്കി ഇതുപോലെ നുറുക്കിയാണ് മേടിച്ചിരിക്കണത്. പച്ച സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് നമുക്കൊരു 3 മിനിറ്റ് ആയിട്ട് മാറ്റി വെക്കാട്ടാ. ലിവർ ഫ്രൈ അങ്ങോട്ട് പടയ്ക്കാൻ പോകട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പാട് കത്തിക്കാട്ടാ. നമുക്ക് ഉരുളാണ്ട് വെക്കാട്ടാ. ചട്ടി അങ്ങോട്ട് ചൂടായിട്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. നമുക്ക് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഇടാട്ടാ. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ച വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകട്ടാ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്തണ്ടിട്ടാ. അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചക്കുരുമുളക് അരച്ചാണ്ട് ഇട്ട് കൊടുക്കാട്ടാ. എന്നിട്ട് നന്നായിട്ടുണ്ട് ഇളക്ക. ഇനി ഇതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ചാണ്ട് ചെറുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ. ചെറുള്ളി അങ്ങനെ നന്നായിട്ട് മൂത്തണ്ടിട്ടാ. അതിലേക്ക് നമുക്ക് നമ്മുടെ സവാള കൊത്തിയരിഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുക്കാട്ടാ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലും നാടൻ കറിവേപ്പിലും കേട്ടോ. സവോളി വെള്ളത്തിൽ ഇങ്ങനെ പാതി മൂത്തണ്ടിട്ടാ. ഇനി പാതിയും കൂടിയാണ് മൂക്കണം കേട്ടാ. അങ്ങനെ 6 പച്ചമുളക് കീറി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടാ. ഇനി നന്നായിട്ടാണ് മൂക്കട്ടെ എല്ലാം കൂടി. സവാളയും ചെറുള്ളിയും നന്നായിട്ട് മൂത്തണ്ടിട്ടാ. അതിലേക്ക് നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറച്ചങ്ങോട്ട് എടുക്കാട്ടാ. നമ്മളിനി മസാല ഇട്ട് കൊടുക്കാൻ പോകാനുണ്ടാ. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടാ. ഇനി കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, ഗരം മസാല. ഇത്ര സാധനം നമ്മൾ ഇട്ടണട്ടാ. നന്നായിട്ടാണ് ഇളക്കാം. ലിവർ ഫ്രൈ കഴിച്ചിട്ടാണ് അന്തോ വിട്ടു പോണം. ഈ കുപ്പിയിലുണ്ടായിരുന്നു തെറ്റിദ്ധരിക്കരുതിട്ടാ. ഇതില് വെള്ളമാണ്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടാ. ഇത് നന്നായിട്ട് ഇളക്കിയിടാം. വെള്ളം നന്നായിട്ട് വറ്റണം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് കിടന്ന് തിളക്കേണ്ടി വരും. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടാ. അതറിയില്ല, ഉപ്പത്തിരി കുറവാ. ഉപ്പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടാ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നന്നായിട്ട് ഇളക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചേട്ടനെ ഇളക്കാൻ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് മാറി നിൽക്കുക. അതൊക്കെ പറഞ്ഞു ചേട്ടൻ ഇളക്കണമെന്ന് നോക്കിയാണെന്ന് ഒന്ന് പോയിട്ടാ. ഇതിൽ ചാറ് വറ്റനോടുകൂടി നമ്മുടെ പരിപാടി അങ്ങനെ ഏകദേശം തീരുമാനമാവട്ടാ. നമ്മുടെ ലിവർ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടാ. ഇനി അവസാന ഘട്ടത്തിൽ നമുക്ക് അടക്കണ്. അപ്പൊ ഇതിൽ പെരിഞ്ചീരകം ജീരകം നമ്മൾ ചവച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിന് ശേഷം നന്നായിട്ടാണ് ഇളക്കാം. ചെയ്തന്നപ്പോ ഒരു 8 ഏകദേശം. ഇനി രാത്രിയിലെ യാമങ്ങളിൽ ഞങ്ങള് ലിവർ ഫ്രൈ ആയിട്ട് ഒരു മൽപ്പുറത്ത് തന്നെ പിടിക്കാൻ പോകണ്ട. നമ്മുടെ ലിവർ ഫ്രൈ അങ്ങനെ സെറ്റ് ആയിട്ടാ. നമുക്കിനി അടുപ്പോടെ ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവരെ കഴിച്ചു വെക്കാലോ.
നല്ല മണൊക്കെ വരുന്നുണ്ട്. ഓനെ കഴിച്ചോട്ടെ കേട്ടാ. അടിപൊളിയായിട്ട് വെറുതെ പറയില്ല, സൂപ്പറായിട്ട്. ലാസ്റ്റ് ആ ജീരകത്തിൻ്റെ പെരുജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് കയറി വന്നിട്ടാ. സൂപ്പറായിട്ട് സംഭവം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിട്ടാ. ഓക്കെ.